സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ പൂപ്പറമ്പ് അൽഫോൻസോ മരിയോ ഫുസ്കോ ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. നല്ല രീതിയിൽ ചർച്ച നടന്നല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ രൂപപ്പെടുത്തിയ ചോദ്യങ്ങൾ പിതാവിനോട് ചോദിക്കുകയാണ്. ഓക്കെ, ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, ഫെബിനാണ്. ഫെബിൻ്റെ ചോദ്യം എന്താണ്? പിതാവെ, മതബോധന ഗ്രന്ഥം 2155 ഇങ്ങനെ പറയുന്നു: നിയമാനുസൃതമല്ലാത്ത രാഷ്ട്രീയ അധികാരികൾ ശപഥം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അത് നിരസിക്കാവുന്നതാണ്. വ്യക്തികളുടെ മാഹാത്മ്യത്തിന് വിരുദ്ധമായോ സഭയുടെ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായോ ശപഥം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് നിരസിക്കേണ്ടതാണ്. ഇതൊന്ന് വ്യക്തമാക്കാമോ? യെസ്, അതായത് നമ്മൾ പ്രതിജ്ഞകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശപഥങ്ങൾ ചെയ്യുമ്പോൾ അത് നിയമാനുസൃതമുള്ള അധികാരികളല്ല എങ്കിൽ അവരുടെ മുമ്പിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഉണ്ടാകാം, അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ച് നിയമിക്കപ്പെട്ടിട്ടുള്ള അധികാര സ്ഥാനങ്ങളുണ്ടാകാം, കോടതികളിൽ ജഡ്ജിമാർ, അപ്രകാരം നിയമിക്കപ്പെട്ടവരുടെ മുമ്പിൽ നമുക്ക് പ്രതിജ്ഞകൾ ചെല്ലാം. അത് നിയമാനുസൃതമാണ്, വ്യവസ്ഥാപിതമാണ്. എന്നാൽ അല്ലാത്തവരുടെ മുമ്പിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമതായി പറഞ്ഞത് വ്യവസ്ഥ എന്താണ്? നമ്മുടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ പ്രതിജ്ഞ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ചില രാജ്യങ്ങൾ, ഇപ്പം ചൈനയിൽ ഒരു നിയമം ഉണ്ടാക്കി ഒരു കുഞ്ഞിനെ മാത്രമേ ദമ്പതികൾ ജനിപ്പിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാരം, അവകാശത്തെ ലംഘിക്കാനാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാഹിതരായവർ ഒരേ ഒരു കുഞ്ഞിന് മാത്രമേ ജന്മം കൊടുക്കാൻ പാടുള്ളൂ എന്ന് രാഷ്ട്രം നമ്മളോട് പ്രതിജ്ഞ എടുക്കാൻ പറഞ്ഞാൽ ആ പ്രതിജ്ഞ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അപ്പം അതല്ലെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രം പറയുകയാണ്, നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞ എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. കാരണം എന്താണ്? ദൈവികമായ വെളിപാടിനും ദൈവഹിതത്തിനും വിരുദ്ധമായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരല്ല. പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും വ്യക്തിപരമായും സന്നിഹിതനായിരിക്കുന്നില്ല എന്ന് നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് നമ്മളെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. അതിന് വിരുദ്ധമായത് ചില ഏകാധിപതികളായ അധികാരികൾ വന്ന് മതമർദ്ദന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതിജ്ഞകളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യാൻ വിശ്വാസിക്ക് ബാധ്യതയില്ല. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഇതിന് വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? അലീനയാണ്. അലീനയുടെ ചോദ്യം എന്താണ് അലീന? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്: ഒരു ക്രൈസ്തവ രഹസ്യത്തെയോ ഒരു ക്രൈസ്തവ സുഹൃതത്തെയോ പ്രകാശിപ്പിക്കാൻ മാമോദിസ പേരിന് സാധിക്കുമെന്ന് പറയുന്നു. എന്നാൽ
ഈ ബോധ്യത്തോടു കൂടിയാണോ മാതാപിതാക്കൾ ഇന്ന് മക്കൾക്ക് പേരിടുന്നത്? യെസ്, അലീനയുടെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. നമ്മുടെ ദൈവനാമം പോലെ തന്നെ വിലയുള്ളതാണ് നമ്മുടെയും പേരുകൾ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ മാമോദീസ പേര് എന്ന് പറയുന്നൊരു പേര് സ്വീകരിക്കാറുണ്ട്, അല്ലേ? സാധാരണഗതിയിൽ ആ ഒരു പേര് മതി. ഇപ്പോൾ നാട്ടിൽ ഓരോരുത്തർക്കും 5-6 പേരുണ്ട്, അല്ലേ? അപ്പോൾ പിള്ളേരോട് ഇന്നിപ്പോൾ പേര് ചോദിച്ചാൽ പറയുന്നത് സോജൻ തോമസ് ആൻ്റണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏതാ നിൻ്റെ പേരെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞ് അറിയത്തില്ല എന്ന് പറയും കൊച്ചുങ്ങൾ. അതായത് ഇങ്ങനെ മാമോദിസ പേര്, അപ്പൻ്റെ പേര്, അതുപോലെ വിളിക്കുന്ന പേര് എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഒരു ഏച്ച് കെട്ടിയ പേരാണ് ഇപ്പോഴുണ്ടാകുന്നത്. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് മാമോദീസ പേര് സ്വീകരിക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. മാമോദീസ പേരിലൂടെ നമ്മൾ അർത്ഥം വയ്ക്കുന്ന എന്താണ്? ഒന്ന്, അത് നമ്മുടെ പൈതൃകങ്ങളെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കൊച്ച് ആൺകൊച്ചാണെങ്കിൽ ആരുടെ പേരാണ് ഇടുന്നത്? ലീന, ആരുടെ പേരിടും? വല്യപ്പൻ്റെ. ഏത് വല്യപ്പൻ? 2 വല്യപ്പന്മാരുണ്ടല്ലോ. അപ്പൻ്റെ അപ്പൻ്റെ പേര് ഇടും. രണ്ടാമത്തെ കൊച്ചും ആൺകൊച്ചാണെങ്കിൽ ഏതിടും? അമ്മയുടെ അപ്പൻ്റെ പേരിടും, അല്ലേ? ഇന്നിപ്പോൾ പിള്ളേരുടെ എണ്ണം കുറഞ്ഞതായതുകൊണ്ട് കാരണവന്മാർക്കൊന്നും പിന്തുടർച്ചാവകാശം ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണെങ്കിലും ശരി, അത് രണ്ടാമത്തേത് പെൺകുട്ടിയാണെങ്കിൽ, അല്ലെ ഒന്നാമത്തെ പെൺകുട്ടിയാണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ പേരിടും. ഇങ്ങനെ ഒരു പൈതൃക സ്മരണയുണ്ട് ഈ മാമോദീസ പേരിൽ. അതായത് ഞാനിങ്ങനെ ഒറ്റപ്പെട്ട ഒരാളല്ല, ഞാനിങ്ങനെ ദൈവപരിപാലനയിൽ രൂപീകരിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ പിന്തുടർച്ചാവകാശിയാണ് എന്ന ഏറ്റുപറച്ചിൽ ഈ ഒരു മാമോദീസ പേരിലുണ്ട്. അതായത് ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ അവകാശിയായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലുണ്ട്. രണ്ടാമതായി മാമോദീസ പേരിലൂടെ വെളിപ്പെടുത്തുന്നതാണ് എന്ത്? ഒരു വിശുദ്ധൻ്റെ പേരാണ്, അല്ലേ? ഈ വിശുദ്ധൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. സെബസ്ത്യാനോസ് പുണ്യവാൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്ന പേര് ലഭിച്ചു കഴിയുമ്പോൾ സെബസ്ത്യാനോസ് പുണ്യവാൻ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ഒരു വിളി, നിയോഗം എനിക്ക് ദൈവം തരികയാണ്. സെബസ്ത്യാനോസ് പുണ്യവാളൻ ഏത് പ്രലോഭനങ്ങളുടെ നടുവിലും സത്യവിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധമായ ഒരു വിശുദ്ധനാണ്. ആ ഒരു സുഹൃതത്തെയാണ് ഈ പേരിടിയിലൂടെ ദൈവം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് അലീന ചോദിച്ചത്. ഒരു ക്രൈസ്തവ സുഹൃതത്തെ ഈ പേര് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ പേര്, അൽഫോൻസ് എന്ന പേര്, അൽഫോൻസ എന്ന പേര് നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്താണ്? എല്ലാ സഹനങ്ങളിലും ദൈവത്തിൻ്റെ തിരുഹിതം കണ്ടെത്തി സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു അമ്മയുടെ സുഹൃതമാണ് അൽഫോൻസ എന്ന പേരിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് ഓരോ ക്രിസ്തീയ നാമത്തിൻ്റെ പിന്നിലും ഇപ്രകാരം ഒരു സുഹൃതത്തിൻ്റെ, ഒരു മൂല്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട് എന്ന് മതബോധന ഗ്രന്ഥം പറയുന്നത് വളരെ സത്യമാണ്. പക്ഷേ ഇത് ശരിയാം വിധത്തിൽ ഇന്ന് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണ്? ഈ വിശുദ്ധരെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാര്യമായ പരിജ്ഞാനമൊന്നുമില്ല, അല്ലേ? നിൻ്റെ വിശുദ്ധൻ അന്തോനീസ് പുണ്യൻ. ഈയിടെ പാസ്റ്റർ വിസിറ്റിന് പോയ ഒരു വീട്ടിലൊരു കൊച്ചിനോട് ഞാൻ ചോദിച്ചു, നിൻ്റെ പേരെന്നാ? അവൻ കുറേ പേര് പറഞ്ഞു. നിൻ്റെ മാമോദിസ പേര് അതിനകത്ത് നിന്ന് അവൻ പറഞ്ഞു ആൻ്റണി എന്നാണ്. അപ്പോൾ ഈ അന്തോനീസ് പുണ്യാളൻ എവിടെയാണ് ജീവിച്ചിരുന്നത്? അവൻ പറഞ്ഞു. ഈ അന്തോനീസ് പുണ്യാളനെ കുറിച്ച് നീ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ആ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല എന്താണ് ഈ അന്തോനീസിൻ്റെ പേര്. ആ പേര് പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസ മൂല്യങ്ങളും സുഹൃതങ്ങളും എന്ത് എന്ന് ആ കുഞ്ഞിനെ ആരും പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് അവൻ അന്തോനീസ് എന്ന് പറയുന്നത് ഏതോ ഒരു പേര് എന്നതിനപ്പുറത്ത് ഒന്നും അതിന് മനസ്സിലായിട്ടില്ല. ആ ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? ഓരോ വിശുദ്ധനെയും കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ ഓരോ വ്യക്തിക്കും ലഭിക്കണം.
ആ വിശുദ്ധയുടെ മാധ്യസ്ഥം എല്ലാ ദിവസവും തേടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യവും നമ്മൾ വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ നാമങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട സുഹൃതങ്ങളെക്കുറിച്ചുള്ള ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ വീക്ഷണം അർത്ഥപൂർണമാകുന്നുള്ളൂ. പിതാവ്, ഇതുപോലെ തന്നെ ഈ പേരിടുന്നത് ആ ഒരു പാരമ്പര്യം പണ്ട് നാല് മുതലേ ഉള്ളതാണല്ലോ. ഇപ്പോൾ നമ്മളാണ് യോഹന്നാൻ്റെ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ പേരിടുമ്പോൾ ദൈവം നിശ്ചയിക്കുന്ന മറ്റൊരു പേരാണ് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല വിശുദ്ധാത്മാക്കളുടെ എല്ലാവരുടെയും പേര് ബിബ്ലിക്കൽ നാമമല്ലാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം നമ്മൾ എങ്ങനെയാണ് അവരുടെ കാര്യത്തിലുള്ള ഒരു സ്വീകരണം, അല്ലെങ്കിൽ അവരെ വിശുദ്ധാത്മാക്കളൊക്കെ ആകും ബൈബിളിൽ ഇല്ലാത്ത പേര് നമ്മൾ സ്വീകരിക്കാൻ ഇടയായിട്ടുണ്ടോ? അങ്ങനെയുള്ള വിശുദ്ധാത്മാക്കളുണ്ടോ സഭയിൽ? യെസ്, തീർച്ചയായും. ബൈബിളിൽ ഇല്ലാത്ത പേരുകൾ വിശുദ്ധന്മാർക്ക് ഒരുപാടുണ്ടായിരുന്നു. ബൈബിളിൽ കുറച്ച് പേരുകളേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അതായത് ഈ വിശുദ്ധരുടെ പേര് സൂചിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാം. ആരംഭകാലത്ത് സഭയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു. അപ്പസ്തോലന്മാരാണ് ആദ്യത്തെ ക്രിസ്ത്യാനികൾ, അല്ലേ? അവർ പോയി മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചു. സ്തേഫാനോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ചു. അയാളുടെ പേര് എങ്ങനെയാണ്? സ്റ്റീഫൻ എന്ന പേര്. അന്ന് മുതൽ അപ്പസ്തോലന്മാരുടെ പേരിൻ്റെ കൂടെ സ്റ്റീഫൻ്റെ പേരും ക്രിസ്ത്യാനികൾക്ക് സ്വീകരിക്കാവുന്നതായി. ബാർണബാസ്, തിമോത്തി, തീത്തോസ്, ഇങ്ങനെ ഒത്തിരി പേരുടെ പേരുകൾ. പിന്നീട് വിശ്വാസം സ്വീകരിക്കുന്നവരുടെ പേരുകൾ വിശുദ്ധരുടെ പേരുകളായി പരിഗണിക്കപ്പെട്ടു. ആദിമസഭയിലെ രക്തസാക്ഷികൾ, ജസ്റ്റിൻ, രക്തസാക്ഷിയായ ജസ്റ്റിൻ എന്ന പേര് ഒരു ക്രിസ്ത്യാനിയുടെ പേരായിരുന്നില്ല, ഒരു വിജാതീയ നാമമായിരുന്നു. പക്ഷേ അദ്ദേഹം ആ പേരുകൊണ്ട് തൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അതൊരു വിശുദ്ധ നാമമായി മാറി. അപ്രകാരമാണ് കൂടുതൽ പേരുകൾ സഭയിലേക്ക് കടന്നു വരുന്നത്. ഏതാണെങ്കിലും ആദിമസഭയിൽ ഇപ്രകാരം പുതിയ പേരുകൾ അതേപടി നിലനിർത്തപ്പെട്ടു മാമോദീസായുടെ അവസരത്തിൽ എന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കാം. എന്നാൽ മാമോദീസ സ്വീകരിച്ച വിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം? ഈ ഒരു പാരമ്പര്യം യഹൂദ ശൈലിയിൽ നിന്ന് വന്നതാണ്. പ്രത്യേകിച്ച് യഹൂദരുടെ ഇടയിലെ ശൈലിയാണത്. യഹൂദർ ഈ പറഞ്ഞ രീതിയിലാണ് പേരിട്ടുകൊണ്ടിരുന്നത്. ഏതാണ്? മൂത്ത കൊച്ചിന് അപ്പൻ്റെ പേര്, മൂത്ത മകൾക്ക് അപ്പൻ്റെ അമ്മയുടെ പേര്. ആ രീതിയിലുള്ള പാരമ്പര്യം യഹൂദരുടെ ഇടയിൽ നിന്ന് വന്നതാണ്. അത് ക്രൈസ്തവരും അനുഷ്ഠിച്ചു തുടങ്ങി എന്നുള്ളതാണ് സത്യം. ആ ക്രൈസ്തവ അനുഷ്ഠാനം ബാധകമാകുന്ന ആർക്കേ ഉള്ളൂ? അത് ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന മക്കൾക്കേ ഉള്ളൂ. ഇപ്പോൾ ഒരു അക്രൈസ്തവനായ വ്യക്തി, 10-25 വയസ്സായ ഒരു വ്യക്തി മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി എന്ന് വിചാരിക്കുക. അവൻ ആരുടെ പേര് സ്വീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ പേരെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആ രീതിയിലാണ്. കാരണം അവൻ്റെ അപ്പൻ്റെ പേര് ക്രിസ്തീയ നാമമല്ല, അതുകൊണ്ട് അത് എടുക്കാറില്ല. അവന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിശുദ്ധയുടെ പേര് അവൻ സ്വീകരിച്ചെന്നിരിക്കും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, റജി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, കർത്താവിൻ്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത് എന്ന കൽപ്പന അനുശാസിക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവനാമം ഉച്ചരിച്ച് പറയുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണമായി വിവാഹ പ്രതിജ്ഞ ചെയ്യുക, അതിൽ വീഴ്ച വരുത്തുമ്പോൾ ഈ കൽപ്പനയ്ക്കെതിരായ തിന്മയാണോ? യെസ്. അതായത് വിവാഹ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിലാണ്, സുവിശേഷത്തിൽ തൊട്ടാണ് അത് സത്യം ചെയ്യുന്നത്. അത് ചെയ്യുന്നത് തെറ്റാണോ എന്നാണോ ടീച്ചർ ചോദിക്കുന്നത്? അതിൽ വീഴ്ച വരുത്തുമ്പോൾ അത് തിന്മയായി മാറുന്നില്ലേ? അതിൽ വീഴ്ച വരുത്തുമ്പോൾ അത് തിന്മയാവുമോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കാം. ഒന്ന്, ഈ പ്രതിജ്ഞ ചൊല്ലുന്നത് ദൈവനാമത്തിൽ കർത്താവിൻ്റെ വചനത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെന്നാണ് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും രണ്ടാം പ്രമാണം ലംഘിക്കുകയല്ല ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് അത് സത്യസന്ധമായ ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രതിജ്ഞയാണ് വിവാഹ പ്രതിജ്ഞ. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരു മനസ്സോടെ ജീവിക്കാമെന്നുള്ളൊരു പ്രതിജ്ഞയല്ലെന്ന്, അല്ലേ? ആ പ്രതിജ്ഞ അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലുന്നെങ്കിൽ അതിനകത്ത് തെറ്റില്ല.
ഇത് 1 മാസത്തിനുള്ളിൽ ഞാൻ ഇവളെ പറഞ്ഞ് വീട്ടിൽ വിടുമെന്നും പറഞ്ഞാണ് ഒരുത്തനത് ചെല്ലുന്നതെന്ന് വിചാരിക്കുക. അത് എന്താണ്? കള്ളപ്രതിജ്ഞയാണ്, അത് പ്രമാണ ലംഘനമാണ്. ടീച്ചർ ചോദിക്കുന്നത് മറ്റൊരു വശം കൂടിയാണ്. അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യണം എന്നാണ് സഭ നിർദ്ദേശിക്കുന്നത് എങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യണം. വിവാഹമാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ പ്രതിജ്ഞയിലൂടെയാണ്. ഇപ്പം താലി കെട്ടിയില്ലെങ്കിലും മന്ത്രകൂടി അണിയിച്ചില്ലെങ്കിലും വിവാഹമാകാം. കാരണം അത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ഉള്ളൂ. അതേസമയം മറ്റ് സഭയുടെ ഔദ്യോഗിക കാഴ്ചപ്പാടനുസരിച്ച് ഒരു വിവാഹമാകുന്ന എപ്പോഴാണ്? സഭയുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദമ്പതികൾ നടത്തുന്ന വിവാഹ പ്രതിജ്ഞയാണ് വിവാഹത്തിലെ ഏറ്റവും അനിവാര്യമായ ഘടകം. ഒന്ന്, അവർ തമ്മിൽ പരസ്പര സമ്മതം സഭയ്ക്ക് മുമ്പിൽ പറയണം. അതിനുശേഷം സഭയുടെ മുമ്പാകെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യണം. അത് ചെയ്തില്ല എങ്കിൽ തെറ്റാകുമോ എന്ന് ചോദിച്ചാൽ തെറ്റാകുമെന്ന് മാത്രമല്ല, അത് വിവാഹമല്ലാതായിത്തീരുകയും ചെയ്യും. ഒരു വിവാഹമാകണമെങ്കിൽ ഈ ഒരു പ്രതിജ്ഞ ആവശ്യമാണ്. വ്യക്തമായല്ലോ അല്ലേ? അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, മാത്യു സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എന്നോടൊരു വ്യക്തി ചോദിക്കുകയുണ്ടായി, മെത്രാന്മാരെയും കർദിനാൾമാരെയും ഒക്കെ പിതാവേ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വത്തിലെ പിതാവ് എന്ന നാമം ക്രിസ്തു സ്ഥാപിച്ച സഭയിലെ അധികാരികൾക്ക് നൽകുന്നത് 2ാം പ്രമാണത്തിനെതിരായുള്ള കാര്യമല്ലേ എന്ന്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് കൂടി വേണ്ടി പറഞ്ഞു തരാമോ? യെസ്, ആടി അപ്പനട്ടാന്ന് പറഞ്ഞതുപോലെ അത് ഞങ്ങളെ ഉദ്ദേശിച്ച് ചോദിച്ചതാണ് സാറല്ലേ? യെസ്. അതായത് പലരും ഉന്നയിക്കാറുള്ളൊരു ചോദ്യമാണ്, പിതാവേ എന്ന് വിളിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലും ചോദിക്കാറുണ്ട് ഇല്ലേ? ഈശോ അവിടെ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒന്ന്, നിങ്ങൾ സാറിൻ്റെ മക്കൾ സാറിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ചാച്ചാന്ന് വിളിക്കും അല്ലേ? അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പൻ, പിതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇല്ലേ? നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ അപ്പനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ടീച്ചറിൻ്റെ പപ്പാന്ന് വിളിക്കുന്നു. പപ്പ, ചാച്ച, ഡാഡി എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ആത്യന്തിക എന്തെന്ന് വിളിക്കുക? അപ്പൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പ എന്ന് വിളിക്കുന്നതും വികാരിച്ചനെ അച്ഛ എന്ന് വിളിക്കുന്നതും മെത്രാനെ പിതാവെ എന്ന് വിളിക്കുന്നതും എല്ലാം ഒരേ പദം തന്നെയാണ്, വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ പറയുന്നവർ ഈ ആരെയും പിതാവെ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് വിളിക്കുന്നവരുടെ പിള്ളേർ അവരെ വിളിക്കുന്നത് എന്താണ്? തോമാച്ചാന്നാണോ വിളിക്കുന്നത്? അല്ലല്ലോ, അപ്പാന്നല്ല വിളിക്കുന്നത്. ഏതൊക്കെയാണ്? ഈശോ ഉപയോഗിച്ചത് പിതാവേ എന്ന പദമല്ല. ഈശോ അരമായ ഭാഷയിൽ അല്ലെ ഗ്രീക്ക് ഭാഷയിൽ പത്തേർ എന്നുള്ള ആ പദം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ആബ എന്ന അരമായയിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ പിതൃസ്ഥാനത്തുള്ളവരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദം എന്താണ്? ആ പദം ഉപയോഗിക്കുന്നതിൽ ആ പദം ആരും ഉപയോഗിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണോ ഈശോ പറയുന്നത്? അല്ല. ആ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. 4ാം പ്രമാണം തന്നെ അതാണല്ലോ പറയുന്നത്. നീ നിൻ്റെ അപ്പനെ അമ്മയെയും ബഹുമാനിക്കണം എന്ന് പറയുക. അത് അവരെ ഏതെങ്കിലും വിധത്തിൽ അനാദരിക്കുന്നത് വലിയ തെറ്റായിട്ടും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് താനും. ഇനി ഇവിടെ ആ പദത്തെക്കുറിച്ച് ഒരുപാട് തർക്കിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്. കാരണം പിതാവേന്ന് വിളിച്ചാലും അച്ഛാന്ന് വിളിച്ചാലും അപ്പാന്ന് വിളിച്ചാലും ഡാഡിന്ന് വിളിച്ചാലും എല്ലാം ഈശോ ഉദ്ദേശിച്ച ആ ഒരു പദം തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മെത്രാനെ പിതാവേ എന്ന് വിളിക്കുന്നത് മാത്രം തെറ്റ് എന്ന് പറയരുത്. അങ്ങനെയെങ്കിൽ അപ്പനെയും പിതാവേ എന്ന് വിളിക്കാം, അപ്പനെ അപ്പാന്നും വിളിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥ വരും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈശോ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഈശോയുടെ 1ാം പ്രമാണമാണ് അവിടെ വിശദീകരിക്കുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത്. നിൻ്റെ യഥാർത്ഥ ഉടയവൻ ആരാണ്? ദൈവമാണ്. ആ ഒരു സത്യത്തെ മറന്ന് നീ ജീവിക്കരുത്. ഈശോ ഇത് യഹൂദരെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രസ്താവനയാണ്.
എന്താണ് അവർ ദൈവപ്രമാണങ്ങളെക്കാളും കൂടുതൽ അവരുണ്ടാക്കിയ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ദൈവം കൊടുത്ത 10 പ്രമാണങ്ങളെക്കാളും കൂടുതൽ അവരുണ്ടാക്കിയ 613 കൽപ്പനകൾ വേറെയുണ്ട്. അതിനവർ പ്രാധാന്യം കൊടുത്തു. അപ്പനെയും അമ്മയും നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്താൽ മതി? അപ്പനെയും അമ്മയും നോക്കുന്നതിന് പകരമായിട്ടൊരു വഴിപാട്, ഖുർബാൻ കൊടുത്താൽ മതി എന്നവർ നിയമം ഉണ്ടാക്കി. അപ്പോഴാണ് ഈശോ ദേഷ്യപ്പെട്ട് പറയുന്നത്, ഇത് മര്യാദകേടാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരപ്പനേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ദൈവം മാത്രമാണ്. ദൈവം പഠിപ്പിച്ചതിനേക്കാളും വലിയ പഠിപ്പീര് നടത്തുന്ന ഒരുത്തനെയും ഇവിടെ വേണ്ട. അവരൊന്നും ഈ പിതൃസ്ഥാനത്തിന് അർഹരല്ല. യഥാർത്ഥത്തിൽ നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ തിരുഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഏത് വ്യക്തിയെയും നമുക്ക് പിതൃസ്ഥാനത്ത് പരിഗണിക്കാം. മനസ്സിലാകും? അപ്പോൾ നിങ്ങളുടെ സ്വന്തം അപ്പൻ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ അപ്പൻ ദൈവത്തിൻ്റെ പിതൃത്വത്തിലാണ് പങ്കുചേരുന്നത്. വികാരിച്ചൻ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ പങ്കുചേരുന്നു. നിങ്ങളുടെ വല്യപ്പൻ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പിതൃത്വത്തിലാണ് പങ്കുചേരുന്നത്. മെത്രാനും കർദിനാളും മാർപ്പാപ്പായും ഒക്കെ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ തന്നെയാണ് പങ്കുചേരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ അർത്ഥപൂർണം. അല്ലെങ്കിൽ നമുക്ക് ആരെയും ബഹുമാനത്തോടെ വിളിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാകും. വികാരിച്ചനെ ഒതുക്കാനോ അല്ലെ മെത്രാനിച്ചനെ ഒതുക്കാനോ ആണ് ഈ പേര് വിളി തുടങ്ങുന്നത് എങ്കിൽ ആത്യന്തികമായി നമ്മുടെ സാമൂഹിക ക്രമം തന്നെ തകരാറിലാകുന്ന സാഹചര്യമുണ്ട്. വ്യക്തമായല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം TV-യുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത പൂപ്പറമ്പ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.